വെള്ളാപ്പള്ളി നടേശന് 100 കോടി രൂപ കോഴ വാങ്ങിക്കുവാൻ വേണ്ടി മാത്രം സംസ്ഥാന ഖജനാവ് പ്രതിവർഷം 15 മുതൽ 20 കോടി രൂപ വരെ നഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ നെക്സസ്, ആ നെക്സസ് പൊളിക്കുക എന്നുള്ളതാണ്. അതൊരു വിഷ്യ സർക്കിളാണ്. ഈ വിഷ്യ സർക്കിളിനെ പൊളിച്ചില്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നശിച്ചു. ഇപ്പൊ SNDP യോഗത്തിന്റെ നാശത്തിന് കാരണഭൂതൻ ആരെന്ന് ചോദിച്ചാൽ വാസവന. കായംകുളത്തുനിന്ന് ഒരു പെൺകുട്ടി സുവോളജിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അതിന് മുമ്പേ ഇവരെ അന്വേഷിക്കാൻ ചെന്നപ്പം പറഞ്ഞു 1,15,00,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഇത് കണ്ട ഉടനെ കൈ വന്നിട്ട് പറഞ്ഞതാ സഹായിക്കണമെന്ന് പറഞ്ഞു. നമ്മളെ സഹായിക്കാം, തിരിച്ച് ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു, ചതിച്ചെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ചതിച്ചെന്ന്. ഇത് മുന്നോട്ട് പോയാൽ കേരളത്തിലെ ടാക്സ് പേയേഴ്സ് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ നശിക്കും. 2 ഇമ്പാക്റ്റാണ്. ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നടക്കും എന്നുള്ള വിശ്വാസമാണ്. നടക്കത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് അധപ്പതനവുമായി. നമസ്കാരം. പിണറായി സർക്കാർ മാറി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടത് സർക്കാർ കാട്ടിക്കൂട്ടിയ എല്ലാവിധ ഹിഡൻ അജണ്ടകളും അതുപോലെയുള്ള പ്രവൃത്തികളും അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം, അതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട്, അതിനൊപ്പം തന്നെ SNDP സംരക്ഷണ സമിതി നൽകിയ ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് SNDPയുടെ കീഴിലുള്ള കോളേജുകളിലേക്ക് അധികമായി അധ്യാപകരെ അനുവദിച്ചു എന്ന പരാതിയും ഈ സർക്കാർ അന്വേഷിക്കുകയാണ്. ഈ 86 തസ്തികകളാണ് SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലേക്ക് മാത്രമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഏതാണ്ട് 1,10,00,000 രൂപ വീതം ഡൊണേഷൻ വാങ്ങി അവിടെ അധ്യാപക നിയമനത്തിന് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതിയാണ് SNDP സംരക്ഷണ സമിതി ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ്റെ നേതൃത്വത്തിൽ സർക്കാരിന് നൽകിയത്. ഇതേപ്പറ്റിയുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഈ അധ്യാപക തസ്തികകൾ പുതിയതായി അനുവദിച്ചതെല്ലാം VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ റദ്ദാക്കും എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് എന്ത് തിരിമറിയാണ് ഈ കോളേജ് അധ്യാപക നിയമനത്തിൽ CPM-ഉം പിണറായി വിജയനും വെള്ളാപ്പള്ളിക്ക് വേണ്ടി നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ നമുക്ക് ഒപ്പമുണ്ട്. അദ്ദേഹം നമ്മളോട് പറയുന്നതാണ്. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് നിലവിലുള്ള ഒരവസ്ഥ? നമുക്കറിയാം 86 അധ്യാപക തസ്തിക, അതായത് 128 അധ്യാപകർ ശേഷിക്ക്, അത് 120 അധികമായിട്ടുള്ളപ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ കുട്ടികളില്ലാതിരിക്കുമ്പോഴാണ് ഈ 86 തസ്തിക ഈ ഇറങ്ങിപ്പോയ പിണറായി സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് ഒരു വലിയ അഴിമതിയാണ്. ഈ അഴിമതി മാത്രമല്ല, സംസ്ഥാന ഖജനാവിന് പ്രതിവർഷം 15 കോടി രൂപ മിനിമം, 15 കോടി മുതൽ 20 കോടി രൂപ വരെ ഖജനാവിന് നഷ്ടം വരുത്തുക. എന്തിനു വേണ്ടിയാ? കേവലം പിണറായി ഗവൺമെൻറ്റിൻ്റെ അല്ലെ പിണറായിക്ക് വേണ്ടി പിണറായിയുടെ സുഹൃത്തായ വെള്ളാപ്പള്ളി നടേശന് 100 കോടി രൂപ കോഴ വാങ്ങിക്കുവാൻ വേണ്ടി മാത്രം സംസ്ഥാന ഖജനാവ് പ്രതിവർഷം 15 മുതൽ 20 കോടി രൂപ വരെ നഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് പെയർ എന്നുള്ള നിലയിൽ മാത്രം നോക്കിയാലും ഇതുപോലൊരു ചതിയും വഞ്ചനയും ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതിനകത്ത് പ്രധാനമായും ചില കാര്യങ്ങളുണ്ട്. 2024 കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഒരു ഉത്തരവിറക്കി. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എയ്ഡഡ് കോളേജ് ജോലിഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ അനുവദനീയ തസ്തികയെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയിട്ട് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും എത്ര അധ്യാപകർ അധികമായിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിച്ചു. അത് ഉത്തരവായി ഇറങ്ങി. ആ ഉത്തരവിൻ്റെ നമ്പരെന്ന് പറയുന്നത് 273/2024 ഹയർ എഡ്യൂക്കേഷൻ 26/2/2024. അപ്പോൾ ആ ഉത്തരവ് പ്രകാരം SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജുകളിലാണ് ഈ 128 പേർ അധികമായിട്ട് ഉള്ളത്. 128 അധ്യാപക തസ്തിക അധികമാണ്. ഇത്രയും പേരെ അവിടെ ആവശ്യമില്ല. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള കുട്ടികളില്ല. അത് വേറെ പിന്നീടുള്ള സംഭവം. അതെ. അപ്പോൾ അന്ന് തന്നെ ഇത്രയും അധ്യാപക തസ്തിക അധികമായി നിൽക്കുമ്പോഴാണ് 2026
ഒരു സ്പെഷ്യൽ അദാലത്ത് വെക്കുക. ഇതിനു വേണ്ടി മാത്രം, അതായത് നിയമനം നടത്താൻ, തട്ടിപ്പ് നിയമനം നടത്താൻ ഒരു അദാലത്ത് വെക്കുന്നു. അത് അഴിമതി നടത്താൻ വേണ്ടി, വെള്ളാപ്പള്ളിക്ക് അഴിമതി നടത്താൻ വേണ്ടി ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്തു കൊടുക്കണം. വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന്റെ സഹായം, അതെ, അതിന് പകരം പ്രത്യുപകാരം ചെയ്യുക. ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അദാലത്ത് ഒരു കോളേജിന് മാത്രം നടത്തുന്നതിൻ്റെ ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് MESനെയും ദേവസ്വം ബോർഡിനെയും കൂടെ പങ്കെടുപ്പിച്ചു. യഥാർത്ഥ അവർക്ക് നാമമാത്രം എന്തോ കൊടുത്തു, പേരുദോഷം ഉണ്ടായി. ഞാൻ SN ട്രസ്റ്റിന് മാത്രമല്ല എല്ലാവർക്കും കൊടുത്തു. ഇവർ അപേക്ഷ കൊടുത്തിരിക്കുക, ഇവരുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങിക്കാണും അല്ലേ? അത് അന്നേരം വാങ്ങിയിട്ടുണ്ട്. അത് അവർ പറയട്ടെ. അല്ലെങ്കിൽ അതെ, ഇതിനകത്ത് അവർക്ക് നാമമാത്രമായിട്ടേ ഉള്ളൂ. അവിടെ പിന്നെ സ്റ്റുഡൻസും ഉണ്ട്. ഇനി ഇവിടെയാണ് ഒരു ഭീകരമായ തട്ടിപ്പ് നടക്കുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. അതായത് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിൽ 8ഉം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 1ഉം ആയി 9 അധ്യാപകർ, കെമിസ്ട്രി അധ്യാപകർക്ക് അപേക്ഷ ക്ഷണിച്ചു. 2024 സർക്കാർ ഉത്തരവനുസരിച്ച് 11 കെമിസ്ട്രി അധ്യാപകർ അധികമാണ്. അത് ഇനി ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 9 എടുത്താൽ മതി, പിന്നെയും 2 പേര് മിച്ചം ഇനിയുണ്ട്. അതായത് ഇപ്പോൾ ഇത് കൂടാതെ വേറെ ഞാൻ പറയാം. അതായത് കെമിസ്ട്രി അധ്യാപക തസ്തിക 9 എണ്ണത്തിന് 2 യൂണിവേഴ്സിറ്റിയിലും കൂടാണ് വിളിച്ചേക്കുന്നത്. ഈ സമയത്ത് തന്നെ കേരള, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളായി 11 കെമിസ്ട്രി അധ്യാപകർ അധികമായി നിൽക്കുന്നു. ഇവിടെയും ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അന്ന് അധികമായി കഴിഞ്ഞതിന് ശേഷം കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നീ വിഷയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ വീട് തൊട്ട് അടുത്തുള്ളൊരു സ്ഥലമാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ SM കോളേജിൽ പോയി അന്വേഷിക്കുക. ഞാൻ പഠിച്ച കോളേജാ. അപ്പോൾ ചെങ്ങന്നൂർ SM കോളേജിൽ അവിടെ ഈ 3 വിഷയങ്ങൾക്കും ഡിഗ്രി കോഴ്സിന് പിള്ളേരില്ല, സ്റ്റുഡൻസ്. ഒന്നാമത് ആ കോളേജ് ചെന്ന് പറ്റിയ വലിയ ബുദ്ധിമുട്ടാണ്. ആല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. ഞങ്ങളൊക്കെ നടന്നൊക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ വിദ്യാർത്ഥികളില്ലെങ്കിൽ പിന്നെ അധ്യാപകർ അധികമല്ലേ? അതെ. അവിടെ തന്നെ MSc ഫിസിക്സിന് കഴിഞ്ഞ പ്രാവശ്യം 2 വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയത്. സെക്കൻഡ് ഇയർ ആയപ്പോൾ അതും ഇല്ലെന്നാണ്. MScക്കൊന്നും ആരും ഇല്ല. MScക്ക് പിന്നെ എന്തിനേലും പോകുന്ന MCOMനൊക്കെ 3-4 പിള്ളേർ കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും അധിക സസ്യ നിൽക്കുകയും പിന്നീട് തന്നെ വിദ്യാർത്ഥികൾ ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ ഇതെല്ലാം എക്സസ് ഇതിൽ കൂടുതൽ വരും. ഇത് പഴയ 2024 കണക്കാണ്. പിന്നെ എങ്ങനെയാണ് ഒറ്റ വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് എങ്ങനെ ഈ പറയുന്ന 11 തസ്തിക ഉണ്ടായി? അവിടെയാണ് തട്ടിപ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉള്ള നമ്മൾ പറഞ്ഞ ഈ 11 തസ്തിക അധികവും നമ്മളിപ്പോ പറഞ്ഞ 7 എന്നല്ലേ പറഞ്ഞു? അത് 8 എണ്ണം ഈ കെമിസ്ട്രിക്ക് അനുവദിച്ചത്. പിന്നെ കെമിസ്ട്രിക്ക് 9 എണ്ണം. അപ്പൊ 20 എണ്ണം അധികമായി. ഇതൂടെ വരുമ്പോഴത്തേക്ക് 20 പേര് അധികമാണ്. ഇനി അവിടെ ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ വിവരാവശ്യം ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരം, ഈ ചാത്തന്നൂർ SM കോളേജിൽ നിരവധി തസ്തികകൾക്ക് ചാത്തന്നൂർ SM കോളേജിലേക്കെന്ന് പറയുന്നത് ഏതാണ്ട് 16 മണിക്കൂർ താഴെ മാത്രം ജോലി ചെയ്യുന്ന ഫിസിക്സിന് ഒരു അധ്യാപകൻ, കെമിസ്ട്രിക്ക് 2 പേർ, ഇംഗ്ലീഷിന് 1, ബോട്ടണി 1. അവിടെ അധികം. അപ്പം ഈ പറയുന്ന അതായത് പെർമനൻ്റ് അധ്യാപകർ 16 മണിക്കൂറിൽ താഴെ ജോലി ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, കേരളത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ആ സബ്ജക്റ്റിൽ ഒരു അധ്യാപക ഒഴിവ് വന്നാൽ ഇയാളെ അങ്ങോട്ട് മാറ്റണം. ഈ അധ്യാപക അതാ നിയമം. അങ്ങോട്ട് മാറ്റുകയും ഇവിടെ താൽക്കാലിക അധ്യാപകനെ വെക്കണം, ഗസ്റ്റ് ലെക്ചർ വെക്കണം. അതായത് മണിക്കൂറിന് മാത്രം ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അത് സർക്കാരിന് നഷ്ടമല്ലേ? ഇത് UGC അല്ലേ? UGC പണം കൊടുക്കുന്നു, നിയന്ത്രണം എല്ലാം കേരള ഗവൺമെന്റ് ഇവർക്കാണല്ലോ. അതാ ഇത് നഷ്ടം വരുന്ന ആർക്കാ? കേരള ഗവൺമെന്റിനാണ് നഷ്ടം വരുന്നത്. കേരള ഗവൺമെന്റിന്റെ ഈ ഖജനാവ് ചോരുന്നേ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ഈ SN ട്രസ്റ്റിന് കൊടുത്തു, നാളെ ബാക്കിയുള്ള മാനേജ്മെന്റോട് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം 100 കോടി രൂപ വീതം പോവും ഈ ഖജനാവിന്. ധാരുടെ പണമാണ്. ധനകാര്യം രംഗത്ത് നമ്മൾ ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ ഇത് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്തിനാ? ഈ ഗവൺമെന്റ് ജോലി എന്താ? അപ്പോൾ ഈ 86 തസ്തികകളിലേക്ക് ഇവർ പൈസ മേടിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ എൻ്റെ അറിവിൽ പറഞ്ഞാൽ ഞാൻ ഈ വിഷയം കാണിച്ചിട്ട് ഞാൻ ഈ ഒരു സബ്ജക്റ്റേ പറഞ്ഞോളേ. ഞാൻ ഓരോ സബ്ജക്റ്റ് പറഞ്ഞാൽ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇത്തിരി ഒന്ന് പറഞ്ഞിട്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് കേരളയിലെ 1ഉം ഒരെണ്ണത്തിന് അപേക്ഷ ക്ഷണിച്ചേക്കുന്നത്. അത് അബോളിഷ്ഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് അബോളിഷ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണത്തിന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു രസമുണ്ട്. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ചേർത്തലൊരു അധ്യാപികയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നിയമിച്ചത്. അതിന് യോഗ്യതയില്ല.
അത് ശരി, യോഗ്യതയില്ലാത്ത ആളെ എങ്ങനെയാണ് യോഗ്യതയില്ലാത്ത ആളിനെ നിയമിച്ചു. ഇപ്പം ഞാൻ അറിഞ്ഞത് അതിനെ പിന്നെ അവർ ശമ്പളം കിട്ടിയില്ല, ശമ്പളം മാറിയില്ല. മാറാതെ വന്നപ്പോൾ അത് ഹൈക്കോടതിയിൽ പോയി ഒരു പ്രീ ഇൻസിഡൻറ്റ് കാണിച്ചിട്ട് ഒരു ഉത്തരവ് വാങ്ങിച്ച് ശമ്പളം മാറി. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീൽ പോയിരിക്കുക, ഇതിനെതിരെ പോയിരിക്കുക. നിയമപരമായി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് നിയമിച്ചിരിക്കുന്നത്, അവിടെയാണ് നിയമനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ നെക്സസ് ഉണ്ട്. ആ നെക്സസ് പൊളിക്കുക എന്നുള്ളതാണ്. അതൊരു വിഷ്യ സർക്കിളാണ്. ഈ വിഷ്യ സർക്കിളിനെ പൊളിച്ചില്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നശിച്ചു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം. അത് ആർജവമുള്ള ഒരു ഗവൺമെൻറ്റാണ് വന്നതെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ഗവൺമെൻറ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റിയ ആ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടരും എന്നുള്ളതിന് സംശയമില്ല. ആ ആർജവം കാണിച്ചില്ല എങ്കിൽ നേരെ ഇതിൻ്റെ 10 മടങ്ങ് നെഗറ്റീവ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വാസവൻ എങ്ങനെയാ തോറ്റെ? അതെ, എവിടാ തോറ്റെ? വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേര് മാത്രം. ഈഴവ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ അവിടെ തോറ്റു. അവിടെ ഞങ്ങൾ കർക്കശമായും ഈ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ സീറ്റ് ഞങ്ങൾ വാങ്ങിക്കണമെന്ന് ശിവഗിരി തന്നെ ഇടപെട്ട് പല മേഖലകളിലും ഇടപെട്ട് അവിടെ ഒരു ക്യാൻറ്റീൻ, ഈഴവ ക്യാൻറ്റീൻ കൊണ്ടുവരാൻ ഞങ്ങൾ വളരെ ശ്രമിച്ചു. നടന്നു. നിശബ്ദമായ ഒരു പ്രചരണം ഞങ്ങൾ നടത്തി. ഇതെങ്ങനെ വെക്കുന്നു? ഈ വാസവന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെട്ടത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ എല്ലാവർക്കും അറിയാം. ഈഴവ സമുദായമാണ് ഏറ്റവും കൂടുതൽ ദ്രോഹം അനുഭവിച്ചത്. ഇപ്പൊ SNDP യോഗത്തിന്റെ നാശത്തിന് കാരണഭൂതൻ ആരെന്ന് ചോദിച്ചാൽ വാസവനും വെള്ളാപ്പള്ളിയും പിണറായി അടങ്ങുന്ന ഒരു നെക്സസ്. അതുകൊണ്ടാണ് വാസവനെതിരെ രൂക്ഷമായ വിമർശനം അവിടുത്തെ പാർട്ടി കമ്മിറ്റികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു വെള്ളാപ്പള്ളിയായിട്ടുള്ള ബാന്ധവമാണ് കുഴപ്പമെന്ന്. ഇപ്പൊ പറയേണ്ട കാര്യമുണ്ട്? ഇല്ല, പറയുന്ന സമയത്ത് പറയണ്ട. കാരണം ഇവരെ വിചാരിച്ചത് ഒരിക്കലും ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്നുള്ള ഒരു വിചാരമായിരുന്നു. ഇപ്പൊ തിരിച്ചടി വന്നപ്പോൾ മൊത്തത്തിൽ തിരിച്ചടി വന്നു. മാത്രമല്ല, അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പിണറായി വിജയൻ ഭരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ പറയുന്നു ഈ മാത്സിന് 8 വേക്കൻസിയാണ് ഇപ്പോൾ വിളിച്ചേക്കുന്നത്. മാത്സിൻ്റെ 13 വേക്കൻസി എക്സസാണ്. അത് കൂടാതെ ഇപ്പോൾ പിള്ളേരും ഇല്ല. മാത്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഫിസിക്സിന് 9 വേക്കൻസിക്ക് വിളിച്ചേക്കുന്നു, 13 വേക്കൻസി എക്സസാണ്. ഞാൻ ഈ ഡേറ്റ് ഇതുപോലെ ഈ സാധനം ഞാൻ ടാബുലേറ്റ് ചെയ്താണ് ഞാനും MV പരമേശ്വരനും കൂടി വ്യക്തിപരമായും SNDP സംരക്ഷണ സമിതിയുടെ പേരിൽ ഞങ്ങൾ പരാതി കൊടുത്തു. നടപടിയെ പറ്റി പറയുമ്പോൾ നടപടിയെ പറ്റി ചോദിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കൊടുത്തത്. അല്ല, 2-5 അതിനു മുമ്പേ കൊടുത്തു. അല്ല, നമ്മൾ പരാതി കൊടുക്കുന്നത് ഈ ഇലക്ഷൻ ശേഷമാണ്. അല്ല, ഇലക്ഷന് ശേഷമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. അതെ. അപ്പൊ 2-5 പരാതി കൊടുക്കുന്നു. അതിന് ഫയൽ വന്നു. ഫയൽ നമ്പർ എന്ന് പറയുന്നത് D2 137/2026. ആ ഫയലിന് ശേഷം 6-5 തന്നെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ നിന്ന് ഇവിടത്തേക്ക് ഈ ഡയറക്ടറേറ്റിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു. ഞാൻ ഇപ്പോഴും ആ ഓഫീസിൽ നിന്ന് വരിക. ഇനി അവിടെ ചോദിച്ചപ്പം പറഞ്ഞത് ഇതുവരെ അവിടെ അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു, വിളിയൊക്കെ നടന്നപ്പോൾ ഞങ്ങളിത് വളരെ വീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ് അത് നാളെ മറ്റന്നാളോ അത് അയക്കാം. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോവാം, ഏതെല്ലാം DD-യിലാന്ന് ഞങ്ങൾ പോവാം, നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നേ, നിങ്ങൾ എന്നാ കൊടുത്തേ അത് പറ. അവസാനം കൊടുത്തിട്ടില്ല. ഇതിവിടെ പൂഴ്ത്തിയിരിക്കുക. അല്ല, ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും ഇവർ പൂഴ്ത്തി വെച്ചു. അതിൻ്റെ കാരണം ഈ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇതിന് പങ്കുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇപ്പോൾ റിട്ടയർ ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്തതിന് ശേഷമേ റിപ്പോർട്ട് വരൂ. അപ്പോൾ ഈ 31-ന് റിട്ടയർ ആവും. അപ്പോൾ ഈ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളൊക്കെ ചീഫ് സെക്രട്ടറിക്ക് കിട്ടിയ പോലെ നേരത്തെ കൊടുത്തു കാണും. അത് ഇപ്പം ഞങ്ങൾ വിടത്തില്ല. എന്തായാലും ശരി, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അതിനകത്ത് യാതൊരു കാരണം ഈ ശ്രീനാരായണ പ്രസാദ് SN കോളേജുകളെ മുഴുവൻ നശിപ്പിച്ച് നാമാശേഷമാക്കി. ഇപ്പോൾ ഈ കടുംപെട്ടെന്ന് പറയുന്ന വെട്ടൂടെ വെട്ടി. ഈ കടുംപെട്ട് മാത്രമേ ഞങ്ങൾക്ക് സാരമില്ല, ഇത് മൂടൂടെ അർത്ഥം പോകും. അപ്പോൾ ഈ കോഴ മേടിച്ചത് 1,10,00,000. അതായത് കോഴയുടെ കാര്യം, കായംകുളത്തുനിന്ന് ഒരു പെൺകുട്ടി സുവോളജിക്ക് വേക്കൻസി വരാൻ പോകുന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിന് മുമ്പേ ഇവരെ അന്വേഷിക്കാൻ ചെന്നപ്പം പറഞ്ഞു 1,15,00,000 രൂപ വേണമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നു. ഇപ്പോൾ കൊടുത്താ ചേർത്തലേ അവിടെ ഈ ഗസ്റ്റ് ലെക്ചറിന് പോസ്റ്റ് ചെന്നപ്പോൾ ആ കുട്ടിക്ക് ഈ റിസർച്ച് സ്കോളറാണ്, എനിക്കൊന്ന് റിസർച്ച് ചെയ്ത് എൻ്റെ തീസിസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈ ക്വാളിഫിക്കേഷൻ.
ഇതിനേക്കാൾ വളരെ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ഒരു അതർ കമ്മ്യൂണിറ്റിക്കാണ് 1ാം റാങ്ക്, ഇതിന് 6ാം റാങ്ക്. അദ്ദേഹം എന്താ പറയുന്നത്? ഈഴവർക്കൊന്നും കിട്ടുന്നില്ലെന്ന്. ഈഴവ സമുദായത്തിൽപ്പെട്ട ഹയർ റാങ്കുള്ള, ഹയർ എഡ്യൂക്കേഷനുള്ള, ഉന്നത വിദ്യാഭ്യാസം എല്ലാ യോഗ്യതയുള്ള ആ കുട്ടിക്ക് 6ാം റാങ്കും, മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുള്ള അതർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് 1ാം റാങ്ക്. എന്നിട്ട് അതിനെ നിയമിച്ചു. അതിനെ നിയമിക്കാൻ പോവുക 1ാം റാങ്ക്. ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇട്ട് എടുക്കാൻ പറഞ്ഞു. അത് ശരി. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചേർത്തല SN കോളേജിൽ നടക്കുന്ന വെച്ചാണ് ഇൻ്റർവ്യൂ. SN ട്രസ്റ്റിൻ്റെ ഓഫീസ് എവിടെ? കൊല്ലം. ഇവിടെ വെള്ളാപ്പള്ളിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വയ്ക്കുന്നത്. അവിടെ വെള്ളാപ്പള്ളിക്ക് യാത്രാക്ഷീണം കുറയ്ക്കാവുന്നതിന്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ. ഇവർക്ക് ഇൻ്റർവ്യൂവിന് വേണമെങ്കിൽ കേരള ഗവൺമെൻറ് നോമിനിയെ വേണം. അപ്പോൾ അത് കഴിഞ്ഞ ഗവൺമെൻറ് പെട്ടെന്ന് ഇതെല്ലാം വളരെ സ്പീഡിലാണ് നടക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഓർഡറിൻ്റെ ഡേറ്റ് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധയിൽ വരേണ്ടുന്നൊരു കാര്യം, ഇതിൻ്റെ ഓർഡറെന്ന് ഞാൻ നേരത്തെ ഇത് വായിച്ചായിരുന്നല്ലോ. 26/2/24 ഈ പറയുന്ന 24 വന്നു. അതിനുശേഷം കഴിഞ്ഞ 6/3 2026 24 ശേഷം പിന്നീട് ഒരു അതായത് നിയമനത്തിന് ഉള്ള അംഗീകാരം കൊടുക്കുന്നു. 6/3 പെട്ടെന്ന് തന്നെ ഈ നോമിനിയെ വേണമെന്നും പറഞ്ഞിട്ട് 6/3 കൊടുക്കുന്നു. 6/3 നോമിനിയെ കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ നോമിനിയെ അനുവദിച്ചു കൊടുക്കുക. പെട്ടെന്ന് നോമിനിയെ അനുവദിച്ചു കൊടുത്തേച്ച് ആ നോമിനിയെ വെച്ചുകൊണ്ടാണ് ഇപ്പം ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. ഞാനിവിടെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ. ഒരു ഗവൺമെൻറ് നോമിനിയോടെ വെച്ച് നടത്തിയ ഇൻ്റർവ്യൂവിലാണ് ഒരു കുട്ടിക്ക് ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ ഇവരെന്താ ഈ നോമിനി ചെയ്യുന്നത്? നോമിനി അപ്പോൾ ആരായിരുന്നു നോമിനിയായിട്ട്? വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുന്ന ആളുടെ പേര് അവിടെ വെക്കുന്നത്, നോമിനി വെക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പാമ്പനാർ SN കോളേജിൽ ഒരു കുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നിയമനം. ആ നിയമന കുട്ടിക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല, അപ്രൂവൽ ആയിട്ടില്ല. അന്ന് എത്ര രൂപ മേടിച്ചിട്ട് കൊടുത്ത? അതിപ്പം ആ കുട്ടി പറയത്തില്ലല്ലോ എത്ര. ഞങ്ങളുടെ അറിവനുസരിച്ച് 60 ലക്ഷം രൂപ അന്ന് കൊടുത്തു. ഓരോ കൊല്ലവും ഓരോ 10 ലക്ഷം വീതം കൂടുക. ഇപ്പോൾ 86 നിയമനങ്ങൾക്കായിട്ട് 100 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കമ്മീഷൻ വല്ലതും സർക്കാരിനോ പാർട്ടിക്കോ വല്ലതും പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചില ഇതിനകത്ത് കോക്കസുകൾക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിവ്. ഉണ്ട്, കോക്കസുകളുണ്ട്. ഈ കോക്കസുകൾക്കൊക്കെ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ നിയമനം റദ്ദായാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. കാരണം ഈ വാങ്ങിയ പണത്തിൻ്റെ കുറേ ഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വിനിയോഗിക്കപ്പെട്ടു. അത് CPM-ന്റെ നേതാക്കൾക്ക് വേണ്ടിയായിരിക്കും പലർക്കും. അതെ, UDF പോയി കാണത്തില്ല, മറ്റവർക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പണത്തിൻ്റെ പങ്ക് പോയിട്ടുണ്ട്. ഇനി തിരിച്ചു കിട്ടുമോ? നിയമനം നടന്നില്ലെങ്കിൽ ആര് പണം കൊടുക്കണം? അതെ, ഇവിടെയാണ് അത് പുള്ളി കൊടുക്കും. പക്ഷേ ഈ മേടിച്ചതിന് രേഖയില്ലല്ലോ, ഒരു രേഖയില്ല. അപ്പൊ പിന്നെ പൈസ ആരുടെ പോയെന്ന് ചോദിച്ചാൽ പാവപ്പെട്ട സമുദായാംഗത്തിന്റെ പോയി. സമുദായത്തിന്റെ പണമാണ് മുഴുവൻ പോയിരിക്കുന്നത്. അല്ല, ഈ സമുദായാംഗം ഈ വീട് വിറ്റും വസ്തു വിറ്റും ആയിരിക്കുമല്ലോ പൈസ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഈ 1 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ തുകയാണോ? ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തു. ഇതിന്റെ ഒരു കോപ്പി വിജിലൻസിന് കൊടുത്തു. ഇത് ഇല്ലാത്ത നിയമനങ്ങൾക്ക് പിന്നെ വേക്കൻസി ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റം. അതെ, അത് ക്രിമിനൽ ഒഫൻസ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് ക്രിമിനൽ ഒഫൻസ് എടുക്കണം. അത് കൂടാതാണ് വിജിലൻസിന്റെ നടപടി കൊണ്ടുവന്നത്. ഇതുണ്ടോ? വിജിലൻസ് ഞാൻ പല നിയമന സമയത്തും പരാതി കൊടുത്തു. അവർ പറയുന്നത് തെളിവില്ല. അപ്പോൾ കൊടുത്ത ആൾ പറയുമോ ഞാൻ പണം കൊടുത്തെന്ന്? വാങ്ങിച്ച ആൾ പറയുമോ പണം വാങ്ങിച്ചെന്ന്? ഇല്ല. പിന്നെ എന്താണ് വരുന്നത്? പിന്നെ ഇപ്പോഴത്തെ ഒരു കൺവെൻഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊടിയിട്ട് കൊടുക്കുന്നത് പിടിക്കുന്നതാണ് വരുന്നത്. പൊടിയിട്ട് പിടിക്കുന്നതാണോ ഉള്ളത്? അത് കോട്ട തയ്ക്കാൻ വേണ്ടി വലിയ വമ്പന്മാരൊക്കെ ഏത് രീതിയിലാണ് മേടിക്കുന്നത്? ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ പേ വഴി, അക്കൗണ്ട് വഴിയൊക്കെയാണ് മേടിച്ചോണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്തൊക്കെ മാർഗങ്ങൾ വേറെ ഉണ്ട്. ഈ ഗൂഗിൾ പേ വഴി 1000 രൂപ മേടിക്കാൻ ചിലപ്പോൾ ചായ കുടിച്ചോ സാറേ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ടായിരിക്കും ഇവനെ കൊണ്ട് പിടിപ്പിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരാൾ ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് 35 ലക്ഷം രൂപ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. ഒരു യൂണിയൻ പ്രസിഡന്റാണ് കൊടുക്കുന്നത്. 30 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയുടെ ചെക്ക് കൂടെ കൊടുത്തു. അതിന് ആ ആളിൻ്റെ ബാധ്യത ഇപ്പോൾ എടുത്ത് നോക്കിയാൽ തെളിയോ? ഈ പറയുന്ന 86 നിയമനങ്ങൾക്കും പണം കൊടുത്തവരുടെ നിയമനം നടത്താൻ പോകുന്ന ആളുകളുടെ ഈ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ ബാധ്യത മാത്രം എടുത്താൽ മതി, അപ്പോൾ തെളിയും. അതിനൊന്നും വിജിലൻസ് നിൽക്കത്തില്ല. അപ്പോൾ അവരുടെ പിന്നെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഇവരുടെ ഈ അടുത്ത കാലത്ത് നടന്ന ട്രാൻസാക്ഷൻ നോക്കിയാൽ മതി. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ 1 കോടി രൂപയൊക്കെ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ നിയമവിരുദ്ധമല്ല. നമ്മുടെ രാജ്യത്തെ ട്രാൻസാക്ഷൻസ് നിയമം അനുസരിച്ച് നിയമവിരുദ്ധമല്ലേ? 50,000 രൂപ കൂടുതൽ കൊണ്ടുപോയാൽ തന്നെ നിയമവിരുദ്ധം. പിന്നെ 2 ലക്ഷം രൂപയ്ക്ക് പേപ്പർ വേണം. 2 ലക്ഷം രൂപ കൂടുതലാണെങ്കിൽ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ അത്രേ പറ്റുള്ളൂ. ഇത് അക്കൗണ്ട് അവിടെ കൊണ്ടുവന്ന ക്യാഷാ.
ഇവിടെയാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. BJP ഗവൺമെൻറ്റും അദ്ദേഹത്തിനെ സഹായിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ തിരിച്ചടികൾ വരുന്നത്. ചിലയിടത്തൊക്കെ അവർ ജയിച്ചു എന്നുള്ളതല്ലാതെ ടോട്ടൽ എടുത്തിയാൽ തിരിച്ചടിയാണ്. അല്ല ഇവിടെ ഈ വേറെ വല്ല പാവങ്ങളുമായിരുന്നു ഇടി കയറി നിരങ്ങിയനെ. എത്രയോ അടുത്ത് ഇടി നിരങ്ങിയനെ. ഇവിടെ ഇടി കയറി നിരങ്ങേണ്ട കാലം എന്നേ കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹത്തെ കയറി നിരങ്ങിയ ഇടിക്കും കിട്ടും. ഇടിയുടെ പ്രധാന പരിപാടി എന്തോ വലിയ വലിയ കാശുള്ള ആൾക്കാരെ കയറി പിടിക്കുന്നു. അപ്പൊ പിന്നീട് അവരെ വിളിച്ചോണ്ട് പോയിട്ട് സെറ്റിൽ ചെയ്ത് വിടുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ ഒരുപാട് സെറ്റിൽമെന്റ് നടന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നില്ല. സെറ്റിൽമെന്റ് നടന്ന് പിടിച്ചതും സെറ്റിൽമെന്റും ഒക്കെ ഞങ്ങൾക്കറിയാം. അത് നമുക്ക് മാത്രമല്ല, സമൂഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ സമൂഹത്തിന് ഗവൺമെന്റിൽ വിശ്വാസം ഇല്ലാതെ വരുന്നത്. അല്ല, ഇത്തവണത്തെ ഈ CPM-ന്റെ തോൽവി ഇത്രയും ആഘാതം സൃഷ്ടിക്കാനുണ്ടായ ഒരു കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ്. 100%. അതെ, ഈ ഒറ്റ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടൊരു 55 സീറ്റ് 60 സീറ്റ് പോയിട്ടുണ്ട്. ഞാൻ ഈ കാര്യം, അതായത് ഈ ഇലക്ഷൻ്റെ റിസൾട്ടിന് മുമ്പ് ഞാൻ ഈ ഇലക്ഷൻ നയിച്ച KPCC നേതൃത്വത്തിലുള്ള ഉന്നതന്മാർക്കും AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഞാൻ നേരിട്ട് ഞങ്ങൾ പറഞ്ഞു 100+ ആയിരിക്കുന്നത്. കാരണം ഗ്രൗണ്ട് അറിയാം. ഞങ്ങൾ നിശബ്ദമായൊരു പ്രവർത്തനം ഈഴവ സമുദായത്തിൻ്റേതായ വക്താക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു 6 ജില്ലയിൽ പണി നടത്തി. അത് ഈ പറയുന്ന പക്ഷേ അന്ന് ഒരൊറ്റ കണ്ടീഷൻ ഞങ്ങൾ വെച്ചു, ഞങ്ങൾ വർക്ക് ചെയ്യാം, നിശബ്ദമായിരിക്കും. പക്ഷേ ആ നിശബ്ദമായ ഞങ്ങളുടെ വർക്കിനെ നിങ്ങൾ മോണിറ്റർ ചെയ്യണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ ഒരാൾ. ഞങ്ങൾ കാണിച്ചിട്ട് അവർ സമ്മതിച്ചത് ആ വർക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ അബിൻ ബർക്കി, പഴകുളം മധു, ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തുള്ള മുഴുവൻ MLA-മാർ ചോദിച്ചു ഞങ്ങളുടെ വർക്ക് എന്താ. എനിക്കറിയാം, അറിയാമല്ലോ. ആ വർക്ക് കൊണ്ട് എത്ര പേർക്ക് ഉണ്ടായി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ AICC ജനറൽ സെക്രട്ടറി ആയിട്ട് ഇച്ചിരി അല്ലാതെ ഒന്നും അറിയാമായിരുന്നു. അത് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നന്ദി പറഞ്ഞു. അതാണ് അത്. അദ്ദേഹം ആദ്യം ചോദിച്ചു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു, സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. കണ്ടീഷൻ ഞങ്ങൾ പറഞ്ഞു, ഒരു കാരണം ഞങ്ങളുടെ കണ്ടീഷൻ ഇതേ ഉള്ളൂ, നിയമത്തിൻ്റെ വഴിക്ക് വിടുക, അത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് അല്ലാതെ ഒന്നും വേണ്ട. അല്ല, അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്ത് പറ്റി? നമ്മുടെ ഈ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ നേതാക്കളോ ആരും വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയില്ല. ഞാൻ ഒരു കാര്യം പറയാം, വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുന്നതിന് ഞാൻ ഇങ്ങനെ ഞങ്ങളെ ഈ വർക്കിന് കഴിഞ്ഞിട്ട് പാലായി വന്നപ്പോൾ നമ്മുടെ കാപ്പൻ സാറില്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് അദ്ദേഹത്തിനെ കാണണമെന്ന് പറഞ്ഞു. കാരണം ഇപ്പം കേരള കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിനെ നമ്മുടെ അപ്പൂനെയൊക്കെ കണ്ടിരുന്നു. അപ്പുവൊക്കെ അവരെല്ലാം അവരെല്ലാം നമ്മളെ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടാണ് വരുന്നത്. അവരെല്ലാം ഞങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകളെ ഇറക്കി വർക്ക് ചെയ്യാനുള്ള ഏർപ്പാടെല്ലാം ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ കാപ്പ സാറിനെ കണ്ടപ്പോൾ കാപ്പ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പഴയ MP, രാജ്യസഭ MP ആയിരുന്നു അദ്ദേഹം പറഞ്ഞു നേരിട്ട് പോയി കാണാമെന്ന്. ഇത് കണ്ട ഉടനെ കൈ വന്നിട്ട് പറഞ്ഞതാണ് സഹായിക്കണമെന്ന് പറഞ്ഞു. നമ്മളെ സഹായിക്കാം, തിരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ തീർച്ചയായും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു, ചതിച്ചെന്ന് പറഞ്ഞു, എന്നെ വെള്ളാപ്പള്ളി നടേശൻ ചതിച്ചെന്ന് പറഞ്ഞു. സാർ എന്താ പറ്റിയെന്ന് ചോദിച്ചവൻ പറഞ്ഞു, അത് എന്നെ ഉപദ്രവിക്കത്തില്ല, സഹായിക്കാമെന്ന് പറഞ്ഞു ഇലക്ഷന് മുമ്പ്. പക്ഷേ ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തലേന്ന് 50,000 രൂപ വെച്ച് അവിടെ ഓരോ സഹായങ്ങളും കൊടുത്തിട്ട് നമ്മുടെ ജോസ് കെ മാണിയെ ജയിപ്പിക്കാൻ വേണ്ടി പണം കൊടുത്തു. ഇത് അദ്ദേഹം അറിഞ്ഞു. അറിഞ്ഞതിന് ശേഷം പിറ്റേന്നാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ സഹായിക്കാൻ സാറേ, കാരണം അവരെക്കാൾ കൂടുതൽ ബലം ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. ഞങ്ങൾ കാണിച്ചു കൊടുത്തു ആ ബലം, ഞങ്ങളുടെ ബലം എന്താണെന്ന് കാണിച്ചു. അദ്ദേഹം സമ്മതിച്ചു. അത് അവിടെയാണ് ഈ 50,000 രൂപ കൊടുത്ത പല ശാഖകളിൽ, ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ ആ പല ശാഖകളിലും വരവ് വെച്ചിട്ടുണ്ട്. ശാഖക്കാർ പറഞ്ഞിട്ട് 50,000 രൂപ കിട്ടിയില്ല, എടുത്തോണ്ട് പോകുന്നില്ല, ശാഖയെ വരവായി വെച്ചു. തെളിവാ കൊടുത്തോയില്ലെന്നുണ്ടല്ലോ. അതെ. അപ്പം എത്രമാത്രം നീചമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തും ഇടപെടാനുള്ള ഒരു ഇത് കാണിക്കുക. എന്നാൽ 10 വോട്ട് കിട്ടുമോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ 10 വോട്ട് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ലെന്നൊരു തെളിവല്ലേ ഇത്തവണത്തെ വിജയം, UDF-ന്റെ വിജയം അതാണല്ലോ. ഇപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ അവരെ ഇവിടെ ആലപ്പുഴയിൽ ലിജുവിനെ സഹായിച്ചു, മറ്റേയാളെ സഹായിച്ചു, ഇതൊക്കെ തട്ടിപ്പാ. ഇതിനെ അവിടെ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം. ഒരു സഹായവും കിട്ടിയില്ല. ലിജുവിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നേരിട്ടറിയാം, പത്തിയൂരും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഞങ്ങളുടെ സ്ക്വാഡുകൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ യൂണിയൻകാരിറങ്ങിയ ഓടിക്കും. അതാ സ്ഥിതി. ഇപ്പം ഇവിടെ ഈ നിയമനത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഖജനാവിനാണ് നഷ്ടം. ഈ ഖജനാവിൻ്റെ ചോർച്ച തടയുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ലക്ഷ്യമെങ്കിൽ ഇതിൽ അന്വേഷണം നടത്തണം.
എത്ര അപ്പം ഞാൻ ഇന്ന് ഈ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, നിങ്ങളത് അന്വേഷണം നടത്തിയോ? അത് ഞങ്ങളിവിടെ അദാലത്തല്ലാതെ ഫിസിക്കൽ വെരിഫിക്കേഷൻ വല്ലതും നടത്തിയോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ അങ്ങനെ നടത്താറില്ലെന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ തമ്മിലടിച്ചാൽ എങ്ങനെ? ഞങ്ങൾ തമ്മിലടിക്കുകയല്ല. ഇതൊരു ഒരു ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇത് സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ ഇത് വേറെ അല്ല. ഇത് വെള്ളാപ്പള്ളിയുടെ കാശ് വാങ്ങിക്കാനുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ കൂട്ടി നിൽക്കരുത്. ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു നിങ്ങൾ വെരിഫൈ ചെയ്തോ? ലോഹിതരാ ചോദിച്ചേ. ഞങ്ങൾ വെരിഫൈ ചെയ്തില്ല. അല്ല, അതായത് വെരിഫൈ ചെയ്യാതിരിക്കുന്ന എങ്ങനെ? ഈ 2024 ഉത്തരവ് നിലനിൽക്കുക. ഈ നിലനിൽക്കുമ്പോൾ അതിൽ കൂടത്തേ ഉള്ളൂ അധ്യാപകരുടെ എണ്ണം. അധികമായിട്ടുള്ള അധ്യാപകരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ. കാരണം കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഉദ്യോഗസ്ഥർ പണി മേടിക്കും. പിണറായി വിജയൻ ഭരിച്ചു, ഉത്തരവും കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. 100%. ഈ എത്ര അധ്യാപകർ റിട്ടയർ ചെയ്തെന്നൊരു പറയട്ടെ. അതെ, 2025 റിട്ടയർ ചെയ്ത അധ്യാപകരുടെ പറയട്ടെ. വിവരാവശ്യം ഞാൻ ഇടാൻ പോവാ. കുറച്ച് വിവരാവശ്യം രണ്ടിടത്ത് ഞാൻ ഇട്ട്. 2024, 2025, 2026 ഇത്ര അധ്യാപകർ റിട്ടയർ ചെയ്യുന്നത്. ഇനി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലോ? ഇനി ഞാൻ റിട്ടയർ ചെയ്തെന്ന് വെച്ചു. ഈ കുറഞ്ഞവരോ? കുട്ടികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യാപകർ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ എണ്ണമല്ലേ കുറയുന്നുള്ളൂ. ഇനി വേറൊന്നുണ്ട് സർ. ഇത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഇപ്പോൾ ഗ്രാജുവേറ്റ് സെക്ഷനിൽ ഇപ്പോൾ ഈ കുറവെന്ന് പറഞ്ഞാൽ ഇനി ഭാവി കൂടുതൽ കുറയത്തേ ഉള്ളൂ. കാരണം ഈ കുട്ടികൾ വേറെ ഇതിലേക്ക് പോയി. ഇതുകൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷന് കൊല്ലം എസ് എൻ കോളേജിൽ 14 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഈ 14 പോസ്റ്റ് ഗ്രാജുവേഷനും പല ഡിപ്പാർട്ട്മെൻറ്റിലും പിള്ളേരില്ല. ആർക്കും വേണ്ട. ഇവിടെയാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഒരൊറ്റ ഓട്ടോണമസ് കോളേജ് ഉണ്ട്. നമുക്ക് പുതിയ കോഴ്സ് കൊണ്ടുവരാം. ക്രൈസ്തവ മാനേജ്മെന്റുകളെല്ലാം ഓട്ടോണമസിലേക്ക് തിരിഞ്ഞു. അവർക്ക് എന്ത് ചെയ്ത് പുതിയ സിലബസ് കൊണ്ടുവരാം, അവർക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം. അതെ, അവർക്ക് അതിന് കോഴ്സ് കൊടുക്കാം. അവർക്ക് ഇവിടെ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഇതിന് ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റിയുള്ള അധ്യാപകരുണ്ടോ? അല്ല, അതിനൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണോ? ഇല്ല. ഇപ്പം നമുക്കറിയാം, ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിങ് ഉണ്ട്. ഇത് ഈ ഓരോ തവണയും ഇതിനകത്ത് എന്ത് മാറ്റം വരുത്തണമെങ്കിൽ ഒരു അക്കാദമിക് ടീമുണ്ട്. അവരാണ് കൃത്യമായിട്ട് കോഴ്സ് നിശ്ചയിക്കുന്നതും. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവർ ഹൈലി നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു. അവർക്ക് പ്ലേസ്മെന്റ് ഉണ്ടാകും. ഈ പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന കാരണം നമ്മളാരും പിടിക്കണ്ട. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഒരു അഡ്മിഷൻ ഒന്ന് ശ്രമിച്ചു. ഭയങ്കര പാട്. കിട്ടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 99 +2-ന് 99% മാർക്കുള്ളവർക്ക് പോലും അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. അതുപോലെ ഹൈലി ഇതാണ് അവരുടെ അറ്റ്മോസ്ഫിയർ, പാരഫെർണിയ. അതെ, അതോടൊപ്പം തന്നെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അച്ചടക്കം, ഇതെല്ലാം കൂടെ ഒരു രക്ഷകർത്താവ് അല്ലേ നോക്കുന്നത്. അതെ, ആ രക്ഷകർത്താവ് ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്തെങ്കിലും അതാണ് ഇതിന്റെ വ്യത്യാസം. അതെന്ന് പറഞ്ഞാൽ അവരുടെ സിലബസ് എന്ന് പറഞ്ഞാൽ അവർ ഇന്റർനാഷണൽ സിലബസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ആ ഓട്ടോണമസ് ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. കൃത്യമായ വാല്യുവേഷനാണ്, കൃത്യമായ പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഓർത്തലോ നോക്കിയെടുത്തലോ ഒന്നും നടക്കില്ല. എന്തറിയില്ല എന്നുള്ളതാണ് അവർ അറിയാൻ ശ്രമിക്കുന്നത്. കുട്ടിക്ക് എന്തറിയില്ല എന്നാണ് അവർ ശ്രമിക്കുന്നത്. അത് അങ്ങനെയാണ് അവർ മാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പറയാം. കെമിസ്ട്രിക്ക് 11 അധ്യാപകർ അധികം, കമ്പ്യൂട്ടറിന് 1 അധ്യാപകൻ അധികം, ഇംഗ്ലീഷിന് 4 അധ്യാപകർ അധികം, ഹിന്ദിക്ക് 7 അധ്യാപകർ അധികം, മലയാളത്തിന് 7 അധികം, മാത്സിന് 13 അധ്യാപകർ അധികമാണ്, ഫിസിക്സിന് 13 അധ്യാപകർ അധികമാണ്, സ്റ്റാറ്റിസ്റ്റിക്സിന് 11, ബോട്ടണിക്ക് 12. ഇത്ര അധ്യാപകർ അധികമാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഇന്ന് ഞങ്ങൾ ഓഫീസിൽ കയറിയപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മാത്രമേ ഉള്ളൂ വെരിഫൈ ചെയ്യുന്നത്. ഇത്ര അധ്യാപകർ അധികമായി നിൽക്കുമ്പോഴാണ് കെമിസ്ട്രിക്ക് 9 അധ്യാപകരെ നിയമിക്കാൻ ഉത്തരവ് കൊടുക്കുന്ന സർക്കാർ. എന്തൊരു അഴിമതിയാണ്! കമ്പ്യൂട്ടർ സയൻസിന് 1 കൊടുത്തിരിക്കുന്നു, ഇംഗ്ലീഷിന് 17 പേർക്ക് ഇത് കൊടുത്തിരിക്കുന്നു, സാങ്ഷൻ കൊടുത്തേക്കുന്നു. ഒരു കുട്ടിക്ക് ഇതുവരെ ശമ്പളം മാറിയിട്ടില്ല. ഹിന്ദിക്ക് ഒരാൾക്ക് ഇത് കൊടുത്തിരിക്കുന്നു, മലയാളത്തിന് 6 പേർക്ക് കൊടുത്തിരിക്കുന്നു, മാത്സിന് 8 പേർക്ക്, ഫിസിക്സിന് 9 പേർക്ക്. കുട്ടികളില്ല, അധികം അധ്യാപകരും കിടക്കുന്നു. ഇത് ആരെ പഠിപ്പിക്കാൻ? അധ്യാപകർ കുട്ടികളായിരുന്നു പഠിക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ പോകും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സിന് 3, ബോട്ടണിക്ക് 3. ഈ ബോട്ടണിക്ക് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഈ പുല്ലൂർ എസ് എൻ കോളേജിൽ 16 മണിക്കൂർ താഴെ മാത്രം ജോലി ചെയ്യുന്ന ഒരു പെർമനന്റ് അധ്യാപകനുണ്ട്. അത് ശരി, അവിടെ ഉണ്ട്. ഞങ്ങളിതെല്ലാം എടുത്തു വെച്ചിരിക്കുക, ഞങ്ങൾ കുറേയൊക്കെ എടുത്തു വെച്ചിരിക്കുക. വരട്ടെ, എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങളും വളരെ ഇതാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഇത് വിടത്തില്ല. സംസ്ഥാന ഖജനാവിനെ ശോഷിപ്പിക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോയാൽ കേരളത്തിലെ ഈ ടാക്സ് പേയേഴ്സ് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. എസ് എൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ നശിക്കും. 2 ഇമ്പാക്റ്റാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പറയാനുള്ളത്, നീതിയുക്തമായി ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തുക മാത്രമല്ല,
ഇത് അടിയന്തരമായും സ്റ്റേ ചെയ്യും. അതോടൊപ്പം തന്നെ വിജിലൻസിൻ്റെ സ്പെഷ്യൽ ടീമിനെ വെച്ച് ഇതിൻ്റെ മുഴുവൻ രേഖകളും എടുത്ത് ഇതിൻ്റെ ഉത്തരവാദികളായവരെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇത് ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു. അത് കൊണ്ടുവരാനുള്ള എല്ലാ ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ പിറകിലാണ്. ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന നല്ല പ്രതീക്ഷ, സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഉന്നതരായ IAS ഉദ്യോഗസ്ഥർ, ഞങ്ങൾ റിട്ടയർ ചെയ്തവരും അല്ലാതുള്ളവരുമായൊക്കെ ഞങ്ങൾക്ക് നല്ല സമ്പർക്കമുണ്ട്. എല്ലാ കാര്യം ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. നല്ല സമ്പർക്കത്തിലാണ് ഞങ്ങൾ. എന്തായാലും ശരി, ശ്രീനാരായണ പ്രസ്ഥാനത്തെ ഞങ്ങളൊന്ന് മോചിപ്പിക്കും. അതിന് ഈ ആദ്യമായി 10 വർഷക്കാലത്തിൻ്റെ ഇടയിലുള്ള ഈ പോരാട്ടത്തിനിടയിൽ ഒരു ശുഭലക്ഷണം കണ്ടത് ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നടക്കും എന്നുള്ള വിശ്വാസമാണ്. നടക്കത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് അധപ്പതനവുമായിരിക്കും. ഞാൻ എവിടെയും തുറന്നു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഗവൺമെൻറ് അങ്ങനെ പോകില്ല. അതിൻ്റെ ഗവൺമെൻറ് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് ഗവൺമെൻറ് ഘടനയിലും കാര്യങ്ങളിലുമൊക്കെ പോകുന്നത് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പാർട്ടിയും ആ രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്നവരും ഘടകകക്ഷി നിൽക്കുന്നവരും ഒക്കെ അത്രമാത്രം ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്.